Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon, Good miss. afternoon. Yeah, okay. Good afternoon. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. So, prayer. Yes, start ചെയ്യാം. ഞാൻ prayer പാടാം. എങ്ങും ഇങ്ങും നിറയും വെളിച്ചമേ. കേൾക്കുന്നുണ്ടോ മിസ്? പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ. എങ്ങും ഇങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ഓയിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, കൊല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങും ഇങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. Good afternoon, all. Yeah, okay. Next, what is today? What's ma'am? Good afternoon, all. My name is Usha Rani. Shakespeare said, I always feel happy. You know why? Because I don't expect anything from anyone. Expectation always hurt. Life is a short. So love your life, be happy, and keep smiling. Just live for yourself. And before you speak, listen. Before you write, think. Before you spend, earn. Before you pray, forgive. Before you hurt, feel. Before you hate, love. Before you quit, try. Before you die, live. Thank you, everyone. Yeah, okay. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു? അഡ്ജക്റ്റീവ് ആയിരുന്നു അല്ലേ? സൈനിങ് കഴിഞ്ഞോ? കഴിഞ്ഞു. സൈനിങ് അല്ലേ? തോട്ടത്തിലെ സൈനിങ് തന്നെ അല്ലേ? എല്ലാം മാം തോട്ടാണ്. സൈനിങ് വേറെ ഉണ്ടോ? ഓക്കെ. ഹലോ മിസ്, ഗുഡ് ആഫ്റ്റർനൂൺ. മിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. Okay, signing. If you want something, what will you say? What will you say? I will say please. That's I will say. If you want something, what will you say? What will you say? I will say thank you. This is the thought of the day, signing of the day. Okay. Yeah. എല്ലാ ക്ലാസ്സിലും സൈനിങ് ഉണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ സൈനിങ്? ഉണ്ടോ? എല്ലാ ദിവസവും സൈനിങ്ങും തോട്ട് ഓഫ് ദി ഡേ ഉണ്ടാവാറുണ്ട്. ഓക്കെ. പേജ് നമ്പർ 82. 82 or 81? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അഡ്ജക്റ്റീവ് ആയിരുന്നു. അഡ്ജക്റ്റീവ് ആൻഡ് അഡ്ജക്റ്റീവ് ഫ്രേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു.
ഓക്കെ 78 പേജ് നമ്പർ വ്യത്യാസം ഉണ്ടോ? പറയൂ. ക്ലാസ്സിൽ എന്താണ് ആക്റ്റീവ് അല്ലാത്ത ആരും? രണ്ട് പ്രിന്റ് ഉണ്ട്. അപ്പൊ രണ്ട് രൂപത്തിലാണ് വരുന്നത്. ഓ ഓക്കെ 79. ഓക്കെ പേജ് നമ്പർ ഡിഫറെന്റ് ആണ്. ചെറിയ പ്രിന്റ് ആണെങ്കിൽ 79. അപ്പൊ അഡ്ജക്റ്റീവ് ആൻഡ് അഡ്ജക്റ്റീവ് ഫ്രേസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്താൽ നമുക്ക്. ഓക്കെ ആരാ പറയാം? adjective and adjective phrase. എന്താണ് ഇംഗ്ലീഷ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രിപ്പയർ ചെയ്തിട്ടില്ല? എന്താണോ? ഞാൻ പറയാം. ഓക്കെ അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ നൗണിനെയോ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒറ്റ വാക്ക്, സിംഗിൾ വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ് മോഡിഫൈ നൗൺ ഓർ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ നൗണിനെയോ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്യാൻ ഒന്നിലധികം വാക്കുകൾ യൂസ് ചെയ്യുന്നു. അഡ്ജക്റ്റീവിന് എക്സാമ്പിൾ ആയിട്ട് റെഡ് ടോയ് ഈസ് ലാർജ്, അത് അവിടെ ടോയ് റെഡ് കളറിലാണെന്ന് സൂചിപ്പിക്കുന്നു. അത് നമ്മുടെ ടോയിനെ മോഡിഫൈ ചെയ്തേക്കുന്നു. നൗണായ ടോയിനെ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് റെഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച്. അവിടെ ഒറ്റ വാക്കേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. അഡ്ജക്റ്റീവ് ഫ്രേസ് വരുമ്പോൾ ദി പെൻ ഓൺ ദി ടേബിൾ ഈസ് മൈൻ, ടേബിളിലുള്ള പേന എൻ്റെ ആകുന്നു. അപ്പോൾ ദി പെന്നിനെ മോഡിഫൈ ചെയ്യാൻ ഓൺ ദി ടേബിളും ഈസ് മൈനും, അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നു. ഓക്കെ കറക്റ്റ് ആണ്, ക്ലിയർ ആണ്. അപ്പൊ എല്ലാവരും ക്ലിയർ ആണല്ലോ? യെസ് ഓക്കെ നെക്സ്റ്റ് ക്ലോസ് ആണ്. ക്ലോസ് പറഞ്ഞപ്പോ എല്ലാവർക്കും ഡൗട്ട് ആയി അല്ലെ? ഫസ്റ്റ് പോർഷൻ മനസ്സിലായിരുന്നു, സെക്കൻഡ് പോർഷൻ മിസ് പറഞ്ഞ് മനസ്സിലായി. ഡൗട്ട് വന്നു. ഓക്കെ ക്ലോസ് എന്ന് പറയുന്നത്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും. ഓക്കെ അങ്ങനെ അതെപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് അഡ്ജക്റ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുക. പഠിച്ചു വെക്കുക, റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് അഡ്ജക്റ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ക്ലിയർ ആണോ? ആണ് മിസ്. അതായത് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് ദാറ്റ്, വിച്ച്, ഹൂ, whom, where, then whose. whose ഞാനിവിടെ ബ്രാക്കറ്റില് ആഡ് ചെയ്തിട്ടില്ല, അത് മിസ്സിംഗ് ആണ്, പക്ഷെ whose ഉണ്ട്. ഓക്കെ അപ്പൊ ദാറ്റ്, വിച്ച്, ഹൂ, whose, where, ഇതാണ് ഈ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പോ ഈ അഡ്ജക്റ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും. ഓക്കെ സെന്റൻസിൽ ഈ കാണുന്ന റിലേറ്റീവ് പ്രോണൗൺ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകും, അത് വെച്ചിട്ടായിരിക്കും ആ ക്ലോസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഇത് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിന് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സെന്റൻസിൽ റിലേറ്റീവ് പ്രോണൗൺ ഉള്ളത് ഫസ്റ്റ് നോക്കാം. ഓക്കെ ഇനി വേണ്ടത് ആ സെന്റൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക. കാരണം നൗണിനെ പ്രോണൗണിനെ ബേസ് ചെയ്തിട്ട് പറയുമ്പോഴാണ് അത് അഡ്ജക്റ്റീവ് ആകുന്നത്. ഓക്കെ അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് അത് നൗണിനെയാണോ പ്രോണൗണിനെയാണോ ആ സെന്റൻസ് ബേസ് ചെയ്തിരിക്കുന്നത്. സെന്റൻസ് അതിനെ കുറിച്ചിട്ടാണോ പറയുന്നതെന്ന് നോക്കുക. ഓക്കെ അപ്പൊ അത് ഓക്കെ നിങ്ങൾക്ക് അത് അഡ്ജക്റ്റീവ് ആണ് എന്ന് ക്ലിയർ ആണെങ്കിൽ ദെൻ നോക്കേണ്ടത് എന്താണ്, ഈ റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടെങ്കിൽ അതെന്താണ്, അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. മനസ്സിലായോ? ഇല്ല മനസ്സിലായി. കുറച്ചൊക്കെ മനസ്സിലായി, കുറച്ചൊക്കെ മനസ്സിലായിട്ടില്ല. അതായത് ഇപ്പോ ഞാൻ തന്നെ ഐ എം എ ടീച്ചർ, വേണ്ട
എക്സാമ്പിൾ ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ പറയാം. The woman who was wearing a red dress. Okay, ഈ സെന്റൻസ് the woman who was wearing a red dress. ഈ സെന്റൻസിൽ ആരെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്തിനെ കുറിച്ചാണ്? വുമണിനെ കുറിച്ച്. വുമണിനെ പറ്റി. വുമണിനെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ ഈ വുമൺ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. ചോദ്യം ആരാണെന്ന് വരുന്നത് കൊണ്ടാണോ? നോ നോ, അങ്ങനെയില്ല. ആരാണ് വരുന്നത് കൊണ്ടല്ല. നൗണോ പ്രോണൗണോ ആയിരിക്കണം. മനസ്സിലായോ? എങ്ങനെ വേണമെങ്കിലും ആകാം. ഒരു തിങ്ക് ആകാം, എന്തും ആകാം. മനസ്സിലായോ? നൗണോ പ്രോണൗണിനെ കുറിച്ചിട്ടാണോ ആ സെന്റൻസ് പറയുന്നത്, അതാണ് ബേസ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? എന്നിട്ട് റിലേറ്റീവ് പ്രോണൗൺ ആ സെന്റൻസിൽ ഉണ്ടോ നോക്കാം. ഇപ്പൊ പറഞ്ഞ ദ വുമൺ ഹു വാസ് വെയറിംഗ് എ റെഡ് ഡ്രസ് എന്ന് പറയുന്ന സെന്റൻസിൽ വുമണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, വുമൺ എന്ന് പറയുന്നത് നൗൺ ആണ്. സോ നിങ്ങൾക്കത് മനസ്സിലായത് അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി അത് ഫ്രേസ് ആണോ ക്ലോസ് ആണോ എന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഡയറക്റ്റ്ലി അവിടെ നോക്കുമ്പോ നമുക്ക് എന്താ ഒരു റിലേറ്റീവ് പ്രോണൗൺ കാണാം അല്ലെ? ഹു എന്ന് പറഞ്ഞ പ്രോണൗൺ ഉണ്ടല്ലേ, റിലേറ്റീവ് പ്രോണൗൺ ഉണ്ട്. ക്ലിയർ അല്ലേ? അത് അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലേ? മനസ്സിലായോ? ആരെങ്കിലും ഒന്നും കൂടെ പറയിപ്പിക്കോ മിസ്സേ? ആരെടുത്തെങ്കിലും മനസ്സിലായവരടുത്ത് പറയിപ്പിക്കും, കുഴപ്പമില്ല. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ദ സയന്റിസ്റ്റ് who devised this method. The scientist who devised this method. ഈ സയൻസിൽ ആരെ കുറിച്ചിട്ടാ പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടാ പറയുന്നത്? ആ സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് സയന്റിസ്റ്റ് ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ടോ ഒന്നുമല്ല പറയുന്നത് അല്ലെ? സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. സയന്റിസ്റ്റ് who devised this method. ഈ സെന്റൻസ് ഫ്രേസ് എന്താണ്? ഫ്രേസ് ആണോ ക്ലോസ് ആണോ? ക്ലോസ് ആണ്. എന്ത് ക്ലോസ്? ക്ലോസ് അല്ലേ? അതില് ഹൂ വരുന്നുണ്ട്. റിലേറ്റീവ് പ്രൊനൗൺസ് വരുന്നുണ്ട്. അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. Adjective clause. അപ്പോ ഈ ഹൂ വരുന്നുണ്ട് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ചിന്തിക്കരുത്. വേറൊരു എക്സാമ്പിൾ നോക്കി. The orange that he bought was delicious. ഈ സെന്റൻസിൽ ഏതാണ്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മിസ് ഒന്നും കൂടെ പറയുക സെന്റൻസ്. ഓറഞ്ച്. സെക്കൻഡ് എക്സാമ്പിൾ ആണ്. The orange that he bought was delicious. എന്തിനെ കുറിച്ചിട്ടാണ് സെന്റൻസ് പറയുന്നത്? ഓറഞ്ചിനെ കുറിച്ച്. ഓറഞ്ച്. അപ്പോ ഇതിന്റെ ആൻസർ ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല ഇവിടെ വരാം. ആണോ? അല്ല. ഓക്കെ, അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഓറഞ്ച് ആണ് അല്ലെ? ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഓക്കെ, അപ്പോ അവിടെ നെക്സ്റ്റ് നോക്കേണ്ടത് റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ എന്നാണ്. റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ? റിലേറ്റീവ് പ്രോണൗൺ ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ക്ലോസ് ആണ്. മനസ്സിലായോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ. I hate Tom who always complain. I hate Tom who always complain. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ടോമിനെ കുറിച്ചിട്ടാണ്. ടോം എന്താണ്? Cat. Noun ആണ്. അപ്പൊ ഈ സെന്റൻസ് അപ്പൊ എന്താണ്? I hate Tom who always complain. സെന്റൻസ് ഏതാണ്? Adjective. അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ആണ്. ഫ്രേസ് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. Clause. അപ്പോ സെന്റൻസ് ഫസ്റ്റ് നോക്കുമ്പോ ഇതിനെ കുറിച്ചിട്ട് പറയാൻ നോക്കാം. നൗൺ ആണോ പ്രോണൗണിനെ കുറിച്ചിട്ടാണോ സെന്റൻസ് ബേസ് ചെയ്ത് നോക്കാം. അതിനുശേഷം റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ. ഇപ്പൊ അതും ക്ലിയർ ആയി. ഡൗട്ട് ആക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ചോദിക്കും ഉണ്ടോ? ആർക്കെങ്കിലും ഒരു പ്രാവശ്യം കൂടെ പറയാൻ പറയോ? ഒരു പ്രാവശ്യം കൂടെ. ഒരു പ്രാവശ്യം കൂടെ പറയണം. ഒരു പ്രാവശ്യം കൊണ്ട് പറഞ്ഞേക്കാൾ പോയില്ല. കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഈ കാണുന്ന ഒരു 10 സെന്റൻസ് ഉണ്ട്. ഇതില്
ഫ്രേസും ക്ലോസ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആൻസർ പറയാം. ക്വസ്റ്റ്യൻ വായിക്കുക, ദെൻ ആൻസർ എല്ലാവരും പറയാം. അതിനുശേഷം മാത്രമേ ഞാൻ കറക്റ്റ് ആൻസർ ഞാൻ പറയൂ. His performance was energetic and dynamic. Adjective phrase. Adjective phrase. phrase. Phrase, first one. Phrase ആണ്. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ക്ലോസ് ആണ്. ഇല്ല. ക്ലോസ് അല്ലേ? ആണോ? ക്ലോസ് ആണോ? അല്ല. Adjective phrase അല്ല. രണ്ട് വിശേഷണം വരുന്നില്ലേ? ക്ലോസ് അല്ലാത്തത് ക്ലോസ് ആണെന്ന് തോന്നുന്നത്. ക്ലോസ് അല്ലേ? ഇല്ല അതില്. അത് റിലേറ്റീവ് പ്രൊനൗൺ ഇല്ല മിസ്റ്റേ എന്നോ പറഞ്ഞു അല്ലെ? അപ്പൊ അത് ഓക്കെ, ക്ലിയർ ആണ്. കറക്റ്റ് ആണ്. അത് ഫ്രേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. The book which I like is on the table. അതിലും റിലേറ്റീവ് പ്രൊനൗൺസ് ഇല്ല. റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ട്. Adjective clause. Is adjective clause. Adjective clause ആണ്. Relative pronoun which ഉണ്ട്. Close. ഷുവർ ആണോ? Clouds ആണ്. Close. Relative pronoun ഉണ്ട് അതില്. ഷുവർ? Clouds അല്ല. എന്നാ? ഷുവർ ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ക്ലോസ് ആണ്. നെക്സ്റ്റ്. The man who wants the book is here. Adjective clause. Close ആണ്. അതിനകത്ത് റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ട്. അമൃത ജിയിലെ പറയൂ. ക്ലോസ് ആണ് മിസ്. അതില് മാൻ ആയിട്ട് റിലേറ്റ് ചെയ്തല്ലേ വരുന്നത്, അതുകൊണ്ട് അത് ക്ലോസ് ആണ്. ക്ലോസ് ആണ്. ഓക്കെ, ക്ലോസ് ആണ്. Then the cold ice cream melted quickly in the hot sun. Phrase. Phrase ആണ്. Phrase ആണ്. Adjective phrases. Phrases. Phrase ആണ്. Next, Ted Gear was silky and smooth. Adjective phrase. Adjective phrase. Phrase ആണ്. Phrase on. Yeah, phrase on. Next, the students whose hand was up gave the wrong answer. Close ആണ്. Close ആണ്. Was adjective clause. Adjective clause ആണ്. ഇപ്പൊ ഓക്കെ മിസ്. Close on. Yeah. The car that Ahmed is driving is not here. Close ആണ്. Close. The tasty sandwich was made with fresh ingredients. Phrase. Adjective phrase. Adjective phrase. Phrase. The town beside the river is peaceful. Phrase അല്ലേ? Phrase ആണ്. Phrase. Phrase ആണ്. Yeah, phrase. I hate Tom who always complains. The clause. Clause. Adjective clause. Close. Close. ഇനി എന്ത് പറയുന്നു? ഇനി ഡൗട്ട് ഉണ്ടോ? ഇല്ല. Clear ആണ്. പക്ഷേ ഈ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയത്തില്ലേ, വാട്ടേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ആൻസർ പറയാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഒരു ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുമ്പം ആദ്യത്തെ ഭാഗം കറക്റ്റ് ആണ്, പിന്നെ അങ്ങോട്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഭാഗം ഇങ്ങനെ പറയാലോ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓൾവേസ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് ആൻ റിലേറ്റീവ് പ്രോനൗൺസ്. പിന്നെ എന്താ പറയാ? അത് മാത്രം പറഞ്ഞാൽ മതി. മതിയോ? പിന്നെ ഓക്കെ. ഡെഫിനിഷൻ ആയിട്ട് എക്സാമിൽ വരില്ലല്ലോ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാലും മതി. ഡെഫിനിഷൻ പറയുന്നത് ഓക്കെ ഇപ്പൊ മനസ്സിലായി. താങ്ക് യു. അപ്പൊ അഡ്ജക്റ്റീവ്, ഇനി ഫ്രേസ് ആൻഡ് ക്ലോസ്, അഡ്ജക്റ്റീവ് എന്താണ്, ഇതെല്ലാം ക്ലിയർ ആണ്. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സിമ്പിൾ ആണ്. പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓക്കെ നാളെ ഞാൻ നോക്കട്ടെ,
ഇന്ന് എന്റെ ക്ലാസ് അല്ലല്ലോ. ഓക്കെ, ചിലപ്പോ നാളെ ടെസ്റ്റ് ഉണ്ടാവും. നോക്കട്ടെ, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മൺഡേ. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. എത്രയേ ഉള്ളൂ അഡ്ജക്റ്റീവിനെ കുറിച്ച് പറയും. ഇനി ടെക്സ്റ്റില് കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് എക്സസൈസ് ഒക്കെ ഉണ്ട്. ആൻസറും അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ നിങ്ങൾ നോക്കൂലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കി പറയോ ആരെങ്കിലും? ആൻസർ നോക്കൂല. നോക്കൂല. ഓക്കെ, അപ്പോ എക്സസൈസ് 1 നമുക്ക് നോക്കാം. This is the boat that James built. adjective clause ആണോ? എന്താണ് ആൻസർ വരാത്ത ബുദ്ധിമുട്ട്? Adjective clause. Clause ആണ് മിസ്സേ. ആരും ആൻസർ നോക്കിയിരുന്നിട്ടോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്താണോ ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പോ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്നത് അത് പറയാം. തെറ്റിയാലും കുഴപ്പമൊന്നും നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തേത് ക്ലോസ് ആണ്. ക്ലോസ് ആണ്. ഇനി the girl on the right side is Ritik. ക്ലോസ് ആണ്. Adjective clause. adjective phrase. Adjective phrase അല്ലേ? അതിൽ റിലേറ്റീവ് പ്രൊനൗൺ ഇല്ലല്ലോ. അഡ്ജക്റ്റീവ് പ്രൊനൗൺ ഇല്ലാത്തത് കൊണ്ട് ഫ്രേസ് ആണ്. സെക്കൻഡ് വൺ ഫ്രേസ് ആണ്. നിങ്ങള് സ്ക്രീനിലോട്ട് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ഒന്നും എടുക്കണ്ട. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ ഫ്രേസ് ആണ് കേട്ടോ. നെക്സ്റ്റ്, the girl who came to the room is Geeta. Adjective clause. Adjective clause ആണ്. Yeah, correct ആണ്. Next, where is the woman who got the letter? Adjective clause. Adjective clause. അതും ക്ലോസ് ആണ്. Yeah, adjective clause ആണ്. Okay. This is the mother who visited the church yesterday. Adjective clause. ക്ലോസ് ആണ്. Adjective clause ആണ്. Adjective clause. Adjective clause ആണ്. Yeah. Next, the officer on the right side of the road is mine. Phrase. Adjective phrase. Yeah, phrase ആണ്. Okay. Clear. ഇനി സെക്കൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് കറക്റ്റ് റിലേറ്റീവ് പ്രോണൗൺ ഏതാ അത് ഫിൽ ചെയ്യാനാണ്. മാത്സ് ആണ്. നമ്മുടെ മാച്ച് ചെയ്യുന്ന റിലേറ്റീവ് പ്രോണൗൺ കറക്റ്റ് ഏതാണ് എന്ന് പറയാനാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ദാറ്റ് വുമൻ ഡാഷ് നെയിം ഐ ഡോണ്ട് നോ യൂസ്ഡ് ടു live near my house. Whose name I don't know used Whose to name ആണോ? Whose name? Whose name? എക്സസൈസ് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചൊന്ന് ആൻസർ ചെയ്തേ. എല്ലാം എപ്പോഴും ഞാനില്ലേ വായിക്കുക, ശരിക്കും നിങ്ങളാണ് എല്ലാം വായിക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? Okay, ma'am. Clear. 3 എക്സസൈസ് ഉണ്ട്. ഇത് 3 നിങ്ങൾ തന്നെ പഠിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു ആൻസർ പറയാം. ഓക്കെ, ഓരോരുത്തരായിട്ട് വായിക്കണേ. ആൻസർ ഏതാണ്? ക്വസ്റ്റ്യൻ വായിക്കൂ, എന്നിട്ട് ആൻസർ പറയാം. That woman whose name I don't know used to live near my house. ആൻസർ ശരിയാണോ ma'am? Whose? നെക്സ്റ്റ് Mrs. Rajani, who lives in the next house, is a close friend of mine. Who alle? Who? നെക്സ്റ്റ് Mahatma Gandhi abolished the salt tax in the India was shot dead by one of his enemies.
ഏതാണ്? ഏത് റിലേറ്റീവ് പ്രോണൗൺ ആണ്? ഹൂ അല്ലേ മിസ്? Whose? Who ആണ്. ഹൂമാണ്. Who ആണേ. Who. Next. His The father. death of his father, that he ever dearly, was a great bowl of to him. Answer. That പറയൂ. that Who ആണ്. That's all. that ഹൂമാണല്ലോ. Who ആണ്. Who. Okay. Next. Sunlight and water that are essential for life are not found on the moon. Yeah. That Which? Ah. Which Which അല്ലേ? of that? Yeah, which of that? You can use anything. Okay. Which of that? Which അല്ലെങ്കിൽ നമുക്ക് ദാറ്റും that പറയാം അല്ലേ? രണ്ടും പറയാം. തിങ്ക് അല്ലേ ഒരു സൺലൈറ്റിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പൊ ദാറ്റോ വിച്ചോ നമുക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മിസ്റ്റേക്ക്. ഓക്കെ. ഇനി നെക്സ്റ്റ് എക്സസൈസ് 3. എക്സസൈസ് 3 ക്വസ്റ്റ്യൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതില് കൊടുത്തിരിക്കുന്ന ആൻസറും ഈ ക്വസ്റ്റ്യനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓക്കെ. മിസ്റ്റേക്ക് ആണ്. അതായത് combine the following pairs of sentence using relatives ആണ്. So first, he studies in California. America is a big city. ഇങ്ങനെയാണ്. ഇതൊന്ന് പെയർ ഒന്ന് കമ്പൈൻ ചെയ്യാനാണ് പറയുന്നത്. റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് കമ്പൈൻ ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഹി സ്റ്റഡീസ് ഇൻ കാലിഫോർണിയ, അമേരിക്ക ഈസ് എ ബിഗ് സിറ്റി എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ കമ്പൈൻ ചെയ്യണം. അപ്പോ ആൻസർ ഇങ്ങനെയാ വന്നിരിക്കുന്നത്. ദ സിറ്റി വേർ ഹി ലിവ്സ് ഈസ് മെട്രോപൊളിറ്റൻ. മനസ്സിലായോ? സോ രണ്ടും രണ്ടാണ്. ഇതൊക്കെ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയണ്ട. അതായത് ക്വസ്റ്റ്യൻ വേറെ ആൻസർ വേറെയാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് യാതൊരു ഒരു ബേസും ഇല്ലാത്തതാണ് ഇവിടെ ആൻസർ വരുന്നത്. രണ്ടും അത് ഫുള്ളും അങ്ങനെയാണ് എല്ലാവരും. ഓക്കെ. അപ്പോ ആ എക്സസൈസ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. ക്വസ്റ്റ്യൻ വേറെ ആൻസർ വേറെ. ഇപ്പോ ഒരു മീര എന്ന് പറയുന്ന ഗേളിനെ കുറിച്ചിട്ടാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നെങ്കിൽ ആൻസർ വന്നിരിക്കുന്നത് സാം എന്ന ബോയിനെ കുറിച്ചിട്ടാണ്. മനസ്സിലായോ? ആ ഒരു അവസ്ഥയാണ്. നമുക്ക് വിട്ടേക്കാം. നമുക്കിനി കുഴപ്പമൊന്നുമില്ല. ഇതിനെ ബേസ് ചെയ്തൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല. ഓക്കെ. അപ്പോ അഡ്ജക്റ്റീവ് കംപ്ലീറ്റ് ആണ്. ഓക്കെ അല്ലേ? എപ്പോ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. വരാം. കുറച്ച് ചൂടെല്ലാം കഴിഞ്ഞു. ഇതിന് ഡൗട്ട് ചോദിച്ചാണോ? അല്ലല്ലോ. ഓക്കെ. ഇനി അടുത്ത ചാപ്റ്റർ ഏതാണ്? നൗൺ ആണ്. നൗൺ, നൗൺ ഫ്രേസ് ആൻഡ് നൗൺ ക്ലോസ്. ഓൾറെഡി നമുക്ക് നൗൺ ഏതാണെന്ന് അറിയാം. നേരത്തെ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗൺ ആണ്. ഇത് രണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. കാരണം അഡ്ജക്റ്റീവും ഈ നൗണിനെയും പ്രോനൗണിനെയും ബേസ് ചെയ്തിട്ടാണ് അഡ്ജക്റ്റീവ് അല്ലെ? അപ്പൊ അഡ്ജക്റ്റീവ് പഠിച്ചത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇനി ഏതൊക്കെ ഞാൻ ഫ്രേസും ക്ലോസും പഠിപ്പിച്ചാലും അഡ്ജക്റ്റീവ് ഇത്രയും നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നത് അത് അങ്ങനെ തന്നെ പഠിച്ചിരിക്കും. ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കൺഫ്യൂഷൻ ആക്കണ്ട. ക്ലിയർ ആയോ? ഇനി അങ്ങോട്ട് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് പറയുന്നത് പഠിച്ചത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഓക്കെ. അയ്യോ മിസ്, മറ്റേ ഇതിപ്പോ പറഞ്ഞില്ലേ, ഹി സ്റ്റഡി ഇൻ കാലിഫോർണിയ ഇൻ അമേരിക്ക ആസ് എ ബിഗ് സിറ്റി. അതെങ്ങനെയാ എഴുതുന്നേ? ഞാൻ ഇടയ്ക്ക് ഒരു റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് എഴുതണ്ട. അത് ആൻസറും ക്വസ്റ്റ്യനും ആൻസറും ഡിഫറെന്റ് ആണ്. ക്വസ്റ്റ്യൻ വേറെ ആൻസർ വേറെയാണ്. അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ. ആ എക്സസൈസ് വിട്ടേക്കും. മിസ്റ്റേക്ക് ആണ്.
Okay, miss. അപ്പോ നെക്സ്റ്റ് യൂണിറ്റ് 7 noun, noun phrase and noun clause. ഓക്കെ, noun എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അറിയാം മിസ്. ഒരു വ്യക്തിയുടെ പേരാണ് noun. വ്യക്തിയോ വസ്തുവോ, person, thing or animal, anything. ഒരു നെയിം ആണ് എന്ത് noun എന്ന് പറയുന്നത്. ഓക്കെ, അതാണല്ലോ. അതെ മിസ്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി നൗണിന്റെ ഫ്രേസ് ആൻഡ് ക്ലോസ് അറിയാം. സെയിം തന്നെയാണ്, ഫ്രേസും ക്ലോസും പഠിച്ചല്ലോ. അത് തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫ്രേസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, അതുപോലെ തന്നെയാണ് ക്ലോസ്. ഓക്കെ, ഫ്രേസ് എപ്പോഴും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ വരില്ല, പക്ഷെ ക്ലോസിലിടക്ക് ഡൗട്ട് വരും, അത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോ noun, noun എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നെയിം ആണ്. അതാണ് what is noun എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ. noun is a name of anything. അത് Person, place or animal or anything. yeah, okay. ഇനി അറിയേണ്ടത് noun phrase and clause ആണ്. അതായത് ഇതും എന്താണ്, ഒരു നൗണിനെ തന്നെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് പറയുന്നത് തന്നെയാണ് ഇവിടെ noun phrase ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ് അഡ്ജക്റ്റീവും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കും, ആ ഒരു ചോദ്യം വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഇവിടെ നോക്കി, മൈ ഗ്രീൻ ജിം സോക്സ് ആർ ഇൻ ദി ഹാമ്പർ. ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? ഒരു നൗണിനെ കുറിച്ചിട്ടാണോ? ആണോ? ഗ്രീൻ ജിം സോക്സ് അതൊരു സാധനമല്ലേ തിങ് അല്ലേ സോക്സ് എന്ന് പറയുന്നത്? സോക്സിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അത് ഗ്രീൻ ആണ്, അത് ജിം സോക്സും കൂടിയാണ്. ജിമ്മിൽ യൂസ് ചെയ്യുന്ന സോക്സ് ആണ്, അത് ഗ്രീനും കൂടിയാണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വന്നു, അത് നൗണിനെ തന്നെ മോഡിഫൈ ചെയ്ത് പറയുന്നതാണ്. സോ അത് എന്താണ്? നൗൺ ഫ്രേസ് ആണ്. ഫ്രേസ്. ഓക്കെ, ഇനി the cat with the strings tried to trip me. ഇവിടെ എന്തിനെ കുറിച്ചിട്ടാ പറയുന്നേ? കാറ്റിനെ. അത് എങ്ങനെയുള്ള ക്യാറ്റ് ആണ്? കുറച്ചൊരു സ്ട്രിപ്സ് ഉള്ള ക്യാറ്റ് ആണ്. അപ്പൊ അതെന്താണ്? അത് ഫ്രേസ് ആണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വരുമ്പോ അത് ഫ്രേസ് ആണ്. ഓക്കെ, ഇനി I saw a black zebra at the zoo. സീബ്രയെ കുറിച്ചിട്ടാ പറയുന്നത്, ബ്ലാക്ക് ആണെന്ന് പറഞ്ഞു. ഓക്കെ, noun phrase തന്നെയാണ്. He want a cute kitten for playing. അവന് ക്യൂട്ട് കിറ്റൻ വേണം എന്താണ് കളിക്കാൻ, അല്ലെ? കിറ്റനെ കുറിച്ചിട്ടാ പറയുന്നത്, ക്യൂട്ട് ആണെന്ന് പറഞ്ഞു, ഫ്രേസ് ആണ്. noun phrase. noun phrase ക്ലിയർ ആണോ? Okay. Yes, miss. Okay. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയോ? ഒന്നുകൂടെ പറയാം. നൗണിനെ മോഡിഫൈ ചെയ്ത് പറയുന്നതാണ് എന്ത്? noun phrase എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അതെന്തുവാകാം. noun എന്ന് പറയുന്നത് നെയിം ആണല്ലോ, അല്ലെ? അതിനെ കുറിച്ച് മോഡിഫൈ ചെയ്ത് പറയുമ്പോ അത് noun phrase ആണ്. ആണോ? Yes, miss. Yes. കാരണം നിങ്ങൾ ഓൾറെഡി ഫ്രേസ് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഇനിയിപ്പോ പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി noun clause ആണ്. noun clause കണ്ടുപിടിക്കാൻ നമ്മള് adjective clauseൽ പറഞ്ഞു റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിപ്പോ നിങ്ങൾക്ക് റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോ? ഓക്കെ, അത് adjective clause ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി noun clause ഐഡന്റിഫൈ ചെയ്യേണ്ടത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. അതില് ഈ ദാറ്റ്, ഹൗ, ഇതൊക്കെ പെടും. വിച്ച്, വെൻ, വെറെവർ, വെനെവർ, വാട്ടെവർ, വിച്ചെവർ, ഇതൊക്കെ പെടും, ഒരുപാടുണ്ട്. അപ്പോ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് noun clause ആണ്.
ക്ലിയർ ആയിരുന്നു? കൺജക്ഷൻ വേർഡ്സ് ഉള്ളത് നൗൺ I ക്ലോസ് miss. ആണെന്നാണോ? സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നൗൺ ക്ലോസ് ആണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ. അഡ്ജക്റ്റീവ് ക്ലോസ് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നൗൺ ക്ലോസ് സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് സബോർഡിനേറ്റീവ് കൺജക്ഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ചാണ്, പക്ഷെ സബോർഡിനേറ്റീവ് കൺജക്ഷൻ ഒരുപാടുണ്ട്. അത് നോക്കി പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നൗൺ ക്ലോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡെഫിനിഷൻ വരുമ്പോ ഇങ്ങനെ പറയാല്ലേ, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് സ്റ്റാർട്ട് വിത്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് മാത്രം പറഞ്ഞത് ഇല്ലേ? അപ്പോ നൗൺ ഫ്രേസ് ആൻഡ് ക്ലോസ് ക്ലിയർ ആണോ? എക്സാമ്പിൾ കൂടെ പറയണം, ഒരു രണ്ടെണ്ണം. ഇതുവരെ ക്ലിയർ ആണോ? ആണ് ഇതില് രണ്ടിലും ഹൂ ഒക്കെ വരുന്നുണ്ടല്ലോ. എല്ലാം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടാസ്ക് വരുന്നത്. കാരണം ക്വസ്റ്റ്യൻ വരുമ്പോ എല്ലാം കൂടെ ഒന്നിച്ചേ വരുള്ളൂ. നിങ്ങളതെല്ലാം കണ്ടുപിടിക്കണം. മനസ്സിലായോ? അത് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും അല്ലേ? അതായത് ക്ലോസിൽ വരുന്ന ഈ കൺജക്ഷൻ വേർഡ്സിലും വരുന്നുണ്ട്, വേറെ റിലേറ്റീവ് പ്രൊനൗൺസിലും വരുന്ന സെയിം വേർഡ്സ് ഇതിലുണ്ട്. സിറ്റുവേഷൻസ് വെച്ചൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. അപ്പോ എക്സാമ്പിൾസ് കൊണ്ട് നോക്കാം. ഉറപ്പായിട്ടും തെറ്റ്. That Alok is coming to surprise me. That Alok is coming to surprise me. So, കൺജക്ഷൻ വേർഡ്സ് വെച്ചാൽ എന്താണ്? കൺജക്ഷൻ എന്ന് വെച്ച് വന്നാല് ഇതൊക്കെയാണ്. ഈ വേർഡ്സിനൊക്കെ പറയുന്നതാണ് കൺജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സെന്റൻസിനെ നമ്മള് സെന്റൻസിൽ ആവശ്യം കുറച്ച് വേർഡ്സ് ആണ്. മനസ്സിലായോ? മിസ് എല്ലാം ക്വസ്റ്റ്യൻ വേർഡ്സ് ആണോ കൂടുതലും? ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ല. ക്വസ്റ്റ്യൻ വേർഡ്സ് രണ്ട് വേർഡ്സിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് നല്ലേ. കൺജക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത് രണ്ട് ഫ്രേസസിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ? കൂട്ടി യോജിപ്പിക്കാൻ. കണക്ഷൻ പറയാം, റിലേഷൻ പറയാം. പക്ഷെ റിലേറ്റീവ് പ്രോണൗൺ ഇതും സെയിം തന്നെയാണ്. അതും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സെന്റൻസ് റിലേറ്റ് ചെയ്യാൻ റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. അതുപോലൊക്കെ തന്നെയാണ് ഈ സബോർഡിനേറ്റ് കൺജക്ഷൻ ഇതൊക്കെ പറയും. ഓക്കെ, അപ്പോ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതൊക്കെ കൺജക്ഷൻ ഉണ്ട് എന്ന് ആദ്യം അറിഞ്ഞു വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? കാരണം ക്വസ്റ്റ്യൻ വരുമ്പോ അഡ്ജക്റ്റീവ് ക്ലോസ് മാത്രം കണ്ടുപിടിക്കാൻ ആയിരിക്കില്ല വരാം. മനസ്സിലായോ? അപ്പൊ നിങ്ങള് നോക്കേണ്ടത് അത്യാവശ്യം. ഓക്കെ, ഇവിടെ ഒരുപാടുണ്ട്. ഓൾദോ, as if, as long as much as far as, because, before, by the time. ഇതൊക്കെ കൺജക്ഷൻ ആണ്, സബോർഡിനേറ്റ് കൺജക്ഷൻ ആണ്. മേ ബി എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേണ്ടി ദാറ്റും റിലേറ്റീവ് പ്രോണൗൺ വെച്ച് ചോദിക്കാതിരിക്കണം. പിന്നെ എക്സാമിന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? രണ്ട് കൈൻഡും വരുമ്പോ കൺഫ്യൂഷൻ ആവും. ഒരെണ്ണേ വരുന്നുള്ളെങ്കിൽ ഈസി ആയിരിക്കും. ഇത് ഉറപ്പായിട്ടും കൺഫ്യൂഷൻ വരും. അപ്പോ അഡ്ജക്റ്റീവ് ഫ്രേസ് ഇങ്ങനെ ചോദിക്കാണെന്ന് ക്ലിയർ ആണ്. അഡ്ജക്റ്റീവ് ഫ്രേസ് ക്ലോസ് ക്ലിയർ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ മിസ് ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നൗൺ ഫ്രേസ് ക്ലോസ് ക്ലിയർ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ മിസ് അത് ക്ലിയർ ആണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ആണ്. അതാണ് ഇപ്പോഴത്തെ അല്ല, ഇതിപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ അഡ്ജക്റ്റീവ് ക്ലോസും ഈ നൗൺ ക്ലോസും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരുമിച്ച് കൊടുത്തിട്ട് തീർന്നാ കംപ്ലീറ്റ് തീരൂലേ? അത് ശരിയാ, രണ്ടും കൂടെ ഒരുമിച്ച് ചോദിക്കില്ല. അതിന് പേടിക്കണ്ട. ഇതിൽ ഒന്നേ ചോദിക്കും. രണ്ടും ഒരേ കൊണ്ട് ഒരെണ്ണായിരിക്കും ചോദിക്കുള്ളൂ. ചോദിക്കുമ്പോ അഡ്ജക്റ്റീവ് ക്ലോസ് ഏതാണെന്ന് എനിക്ക് ക്വസ്റ്റ്യൻ. പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷൻ ചിലപ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ടാവും, നൗൺ ക്ലോസ് ഉണ്ടാവും, അഡ്വർബ് ക്ലോസ് ഉണ്ടാവും, ഒരുപാട് ക്ലോസസ് ഉണ്ടാവും. അതിന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ്
സ്വന്തമായി. അപ്പോ നന്നായിട്ട് നിങ്ങൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഏത് രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കയ്യിലാണ്. അത് അഡ്ജക്റ്റീവ് ക്ലോസിലും നൗൺ ക്ലോസിലും കോമൺ ആയിട്ട് വരുന്ന കുറെ വേർഡ്സ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഏതാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരലേ എന്ന് മനസ്സിലായോ? റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് നൗണിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരരുത് എന്ന് പ്രാർത്ഥിക്കുക. വന്നില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കുറച്ച് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു തരുമോ? എന്തോ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു തരുമോ? എക്സാമ്പിള് that Alok is coming to surprise me എന്ന് പറയുമ്പോൾ that വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു സബോർഡിനേറ്റ് കൺജക്ഷൻ ആണ്. ഓക്കെ, സോ അത് നൗൺ ക്ലോസ് ആണ്. അലോകിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അലോക് എന്ന് പറയുന്ന നെയിം ആണ്, അതൊരു നൗൺ ആണ്. that you have come please me. ഇവിടെ മിസ്സേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അഡ്ജക്റ്റീവ് ക്ലോസില് നൗണോ പ്രോനൗണോ ശേഷമാണ് റിലേറ്റീവ് പ്രോനൗൺ വരുന്നത്. ഇപ്പൊ ഇവിടെ നൗൺ ക്ലോസിൽ എക്സാമ്പിൾ കാണുമ്പോ നമ്മുടെ ക്ലോസസ് എന്ത് ക്ലോസ് നൗണിന് മുമ്പാണ് മുന്നിലാണ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഈ ദാറ്റ് വാട്ട് എന്നൊക്കെ വരുന്നത്. അതായിരിക്കും ഒരു ഡിഫറൻസ്. അറിയാൻ പറ്റില്ലേ നമുക്ക്? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോ ലാസ്റ്റത്തെ എക്സാമ്പിൾ കൊണ്ട് നോക്കിയൊന്ന്. I asked where Suresh was going. പക്ഷെ അവിടെ പറയുന്ന നൗണിനെ അല്ലല്ലോ വേർന്ന് പറയുന്നത്. ആ സുരേഷ് എവിടെ സുരേഷിനല്ലേ അവിടെ പറയണേ? പക്ഷെ എന്നെയല്ലല്ലോ പറയുന്നത്. ഐ എന്ന് പറഞ്ഞത് അല്ല അവിടെ നൗണായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അത് അങ്ങനെ വരില്ലല്ലോ. അപ്പൊ എനിക്കിപ്പോ മനസ്സിലായത് കാര്യം അഡ്ജക്റ്റീവ് ക്ലോസില് നൗണോ പ്രോനൗണോ ശേഷമാണ് റിലേറ്റീവ് പ്രോനൗൺസ് വന്നിട്ട് അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇതില് നൗൺ മുന്നാണ് എന്ത് ഈ ദാറ്റ് വാട്ട് എന്നൊക്കെ ഉള്ളത് വരുന്നത്. കൺജക്ഷൻ വേർഡ്സ് മാം, ഈ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ആഫ്റ്റർ ഓൾസോ അതൊക്കെ വരില്ലേ? ഈ ദാറ്റും വാട്ടും മാത്രം തന്നെയാണോ നമുക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ആഫ്റ്റർ എന്നൊക്കെ വരുന്നത് ഈ കൺജക്ഷൻ വേർഡ് അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് പഠിക്കാനുള്ളിൽ ഇത് മാത്രാണോ വരുന്നേ? ദാറ്റ് വാട്ട് വേർ വെൻ? ഇല്ല, അത് ഞാൻ കുറച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. എക്സെട്രാ എന്ന് പറഞ്ഞ് പിന്നെ ഉണ്ട്. ഫുള്ള് ഞാൻ കൊടുത്തില്ല. ബാക്കിയെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. സബോർഡിനേറ്റ് കൺജക്ഷൻ ഏതാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ ഇപ്പോ ഈ തന്നിരിക്കുന്ന മാത്രം പഠിച്ചു കഴിഞ്ഞാല് ഇതല്ലാതെ വേറെ സബോർഡിനേറ്റ് കൺജക്ഷൻ ഉണ്ട്. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം വരില്ലേ? ഞാന് ഇവിടെ മോളെ പഠിപ്പിച്ചു കൊടുത്തുള്ളപ്പോ പഠിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തോ, ആഫ്റ്റർ, ബിഫോർ, ബിക്കോസ്, പിന്നെ വെൻ, വൈൽ, പിന്നെ കുറച്ചൊക്കെ ഇത് അണ്ടിൽ, അൺലെസ്. അങ്ങനെ വെച്ച് നോക്കാം. പിന്നെ ഇപ്പൊ പറഞ്ഞത് നൗണിന് മുൻപിൽ എന്ന് പറയുന്നത് എനിക്കത് തോന്നുന്നില്ല. കാരണം അങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നുന്നത്. ഒരു സെന്റൻസില് നൗൺ ക്ലോസ് എന്ന് പറയുന്നത് മാം എഴുതിയിട്ടില്ലേ? സ്റ്റാർട്ട് വിത്ത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ്. അപ്പൊ കൺജക്ഷൻ വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് നൗൺ ക്ലോസ്, നൗണിനോ പ്രോനൗണിനോ ശേഷം വരുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ്. അങ്ങനെ പഠിക്കാലോ. അപ്പൊ അതിലും ബെറ്റർ റിലേറ്റീവ് പ്രോനൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ്, സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നൗൺ ക്ലോസ് എന്ന് പഠിക്കുന്നത്. അങ്ങനെയായാലും പഠിക്കാം. പക്ഷെ നമ്മളുടെ ഈ നോട്ട് തന്നിരിക്കുന്നത് വെച്ചാകുമ്പോ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതല്ല സബോർഡിനേറ്റ് കൺജക്ഷൻ ബാക്കിയുള്ളതൊക്കെയാന്ന് അറിയാന്നുണ്ടെങ്കിൽ പിന്നെ ഈ കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ അത് ശരിയാ, നമുക്ക് അറിയണമെന്നില്ലല്ലോ, ഇതെല്ലാം പഠിക്കണ്ടേ? കോമൺ ആയിട്ട് വരുന്നതും ഉണ്ടല്ലോ. ഓക്കെ, മനസ്സിലായി. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു നൗണിന് മുൻപ് വരുന്നത് ക്ലോസും അല്ലെ, നൗൺ ക്ലോസും
അങ്ങനെയാണ് അല്ലെ? മാം അത് നൗൺ ക്ലോസ് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടില്ലേ, സ്റ്റാർട്ട് വിത്ത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഞങ്ങൾ അത്രയല്ല മനസ്സിലാക്കിയിട്ടുണ്ടോ, അങ്ങനത്തെ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ചിട്ടാണ് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൗൺ ക്ലോസ്. ഓക്കെ, മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. സിമ്പിൾ ആയിട്ട് നൗണിന് മുൻപ് വരുന്നത് നൗൺ ക്ലോസ്, അതങ്ങനെ പഠിച്ചാലും മിസ്റ്റേക്ക് ഇല്ല. ചിലപ്പോ അങ്ങനെ വരാം. ഓക്കെ, സിമ്പിൾ ഐഡിയ നമുക്ക് കാണാം. കാരണം അഡ്ജക്റ്റീവില് അങ്ങനെ വരുന്നില്ല, ശരിയാണ് പറയുന്നത്. അപ്പോഴും ഇവിടെ ഉണ്ടല്ലോ ദ ബുക്ക് ദാറ്റ് ഐ റീഡ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ വരില്ലേ? ഇത് ഏതിന്റെ എക്സാമ്പിളാ മാം? എന്റെ ടെക്സ്റ്റ് ഇല്ലാത്തോണ്ട് എനിക്ക് അറിയില്ല. ഇത് അഡ്ജക്റ്റീവ് ആണ്. ബുക്ക് ദാറ്റ്. പക്ഷെ എങ്ങനെ മാം അത് നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന് മനസ്സിലാവും. ദ ബുക്ക് എന്ന് പറഞ്ഞ നൗണിനെയാണ് അവിടെ ദാറ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, നല്ലൊരു ട്രിക്കാണ്. സോ അതൊന്നും എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നാല് എല്ലാവരും ഒന്നുകൂടെ പറയോടോ ദിവ്യ? അഡ്ജക്റ്റീവ് ക്ലോസില് നൗണിനും പ്രോനൗണും ശേഷമാണ് റിലേറ്റീവ് പ്രോനൗൺസ് ആയ ഹൂ, ദാറ്റ്, ഹൂസ്, ഹൂം എന്നൊക്കെ വരുന്നത്. അപ്പൊ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഇനി നൗൺ ക്ലോസ് ആണെങ്കിൽ മാം ആ ഒരു കൺജക്ഷന്റെ പേരൊന്നും കൂടി പറഞ്ഞാൽ സബോർഡിനേറ്റ്. ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസ്. സ്റ്റാർട്ട് വിത്ത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് ഈ ദാറ്റ്, ഹൗ, വാട്ട്. നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ, ഓൾദോ ഇതൊക്കെ പഠിക്കാം. അൻറ്റിൽ, ത്രൂ എന്നൊക്കെ ഉള്ളതും ഈ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആണ്. ഇത് വെച്ചിട്ടാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നത്. അത് ആ സെന്റൻസിന്റെ ആഫ്റ്റർ, ആ കൺജക്ഷൻ വേർഡിന്റെ ലാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ കൺജക്ഷൻ വേർഡ് കഴിഞ്ഞിട്ടാണ് നൗൺ വരുന്നതെങ്കിലും നൗൺ ക്ലോസ് ആയിട്ട് കൂട്ടാം. ഏറ്റവും സിമ്പിള് കൺജക്ഷൻ വേർഡ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ, സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വേർഡ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് നൗൺ ക്ലോസ്. നൗണോ പ്രോണൗനോ ശേഷമാണ് റിലേറ്റീവ് പ്രോണൗൺസ് ആയ ദാറ്റ്, ഹൂ, ഹൂം എന്നൊക്കെ തുടങ്ങുന്നതെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ്. എടോ ഇത് അതൊന്ന് ഗ്രൂപ്പിൽ വോയിസ് അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. വോയിസും നോട്ട് പോലെ എഴുതിയിട്ട് ഇട്ടേക്കാം. അപ്പോ അത് ക്ലിയർ ആയി. ഇനി നമുക്ക് കുറച്ച് എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ നൗണും കൂടെ കഴിയും. ഓക്കെ, അത് നോക്കിയേ, ട്രൈ ചെയ്ത് നോക്കിയേ. At the zoo, I saw a tall giraffe. പറയൂ. At the zoo, I saw a tall giraffe. Non-French. Phrase ആണോ close ആണോ? Phrase അല്ലേ? Phrase ആണ്. Phrase ആണ്. Tall giraffe ആണ്. Okay, next, the restless blue sea is noisy. Phrase. Phrase. അവിടെ മഴയുണ്ടോ? ഇവിടെ ഭയങ്കര മഴയാണ്. Phrase ആണ്. Okay, next, he excited about where they will go on vacation. The close. Close ആണ്. Yeah. Next, the story is about the real hero. Close അല്ല. Claus. The cuddly teddy bear belongs to my sister. Praise. Next, the clear dark night was perfect for sea stars. Praise അല്ല. Yeah, praise. She was amazed by how beautiful the sunset was. Praise അല്ലേ? അല്ല. ക്ലോസ് ആണ്, നൗൺ ക്ലോസ്. ക്ലോസ് അല്ലേ മാം? She was amazed Close അല്ലേ? by how beautiful the sunset was.
How? കണ്ടീഷൻ വേർഡ് വന്നിട്ടുണ്ട്. രണ്ടെണ്ണം വന്നിട്ടില്ലേ? Trace അല്ലേ? Phrase ആണ്. വന്നിട്ടില്ലേ? അമേസിംഗും ബ്യൂട്ടിഫുള്ളും വന്നിട്ടില്ലേ? ഇതിൽ വന്നിട്ടുണ്ട്. Close ആണോ phrase ആണോ ഹൗവും നോക്കിയപ്പോ വന്നിട്ടുണ്ട്. അത് ക്ലോസ് close ആണ്. ഹൗവും വന്നിട്ടില്ല. ക്ലോസ് ആണ്. ക്ലോസ് ആണ്. സൺസെറ്റ് പറയൂ. എന്താണ് മിസ് അത്? ക്ലോസ് ആണോ അത് പ്ലേസ് ആണോ? close അല്ലെങ്കിൽ Close ആണ്. Close ആണ് കേട്ടോ. അതില് ഹൗ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടാവും. കൺഫ്യൂഷൻ മനസ്സിലായോ? How would you ഇപ്പൊ മനസ്സിലായി. confusion ആണ്. Next, he is curious about why the birds are singing. Noun close. ക്ലോസ് ആണ്. Close. Close ആണ്. He little fluffy is ready to adapt. Little Phrase അല്ലേ? Phrase. phrase ആണ്. Next, they are discussing what needs to be done. ക്ലോസ് അല്ലേ? Clothes. Noun clothes. Close ആണ്. Okay. ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. Noun, phrase and close ക്ലിയർ ആണ് അല്ലേ? അതെ മിസ്. Yes. Clear. So adjective and noun എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ടീച്ചർ ജെറ്റ് ആണോ? എന്തോ ടീച്ചർ ജെറ്റ് ആണോ? പറക്കുവാണല്ലോ. ഞാനും കാരണമല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായില്ലെങ്കിൽ നമ്മളിങ്ങനെ പയ്യെ പോകുള്ളൂ. ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഇത്ര സ്പീഡ്. ഇനി കുറച്ച് ടെക്സ്റ്റും കൂടെ നോക്കിയാൽ ക്ലിയർ ആണ്. വാട്ട് ഷീ ആസ്ക്ഡ് തിങ്ക് everyone. The mother asked him why he was late. Okay, why? കണ്ടോ? നിങ്ങൾക്ക് മിക്കവാറും റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോസും ഫ്രേസും അതായത് നൗൺ ക്ലോസും ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. ഇനി we should learn to what the teacher take in the class. സിമ്പിൾ അല്ലേ? വാട്ട് വന്നു, അത് ക്ലോസ് ആണ്. It seems that it is good. ഇവിടെ that വരുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി സംശയം വരാൻ തോന്നുന്നത്. That ഇപ്പോഴും ഉണ്ട്. അപ്പോ ഇതാണ് എന്താ നൗൺ ക്ലോസ് എന്ന് പറയുന്നത്. എനിക്ക് ക്ലിയർ ആണല്ലോ. ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ കണ്ടിന്യൂസ് ഡൗട്ട് വരും. എസ്പെഷ്യലി ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് ആകുമ്പോൾ കൺഫ്യൂഷൻ കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ പറയുമ്പോ ചിലപ്പോ മനസ്സിലാവുമായിരിക്കും, പക്ഷെ നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞിട്ടൊന്ന് വായിച്ചു നോക്കുമ്പോ കുറെ ഡൗട്ട്സ് വരുമായിരിക്കും. ഓക്കെ, ഞാൻ ആൻസർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ എക്സസൈസ് പറഞ്ഞേ ഉള്ളൂ. To cross a busy railway line is dangerous. അത് following sentence with it ആണ്. Begin it വെച്ചിട്ട് begin ചെയ്യാനാണ്. ആവശ്യമില്ല. ഓക്കെ, dangerous ആണ്. ഓക്കെ, അത് ആവശ്യമില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ യൂണിറ്റ് 7 കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റ് 6 ആൻഡ് 7 കംപ്ലീറ്റഡ് ആണ്. ഇനി 6ന്റെ മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ നാളെ നമുക്ക് ചെയ്യാം. 7ന്റെ മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ മൺഡേ നമുക്ക് ചെയ്യാം. ഓക്കെ ആണോ? അതിനെ കുറച്ചുകൂടി പഠിച്ചിട്ട് പയ്യെ മതിയോ? ഇതാണ് നിങ്ങളുടെ പഠിച്ചിട്ട് മതി. ഞാൻ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് തന്നെ ഇന്നലെയാണ് അറ്റൻഡ് ചെയ്തതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇനി അഡ്ജക്റ്റീവിന് മോക്ക് ടെസ്റ്റ് ഇപ്പൊ എന്ത് വേണം? നെക്സ്റ്റ് വീക്ക് മതി.
നെക്സ്റ്റ് മൺഡേ മതിയോ അഡ്ജക്റ്റീവ് മതി. ഓക്കെ, അപ്പൊ നൗണിന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അഡ്ജക്റ്റീവിന്റെ എല്ലാ നോട്ടും കിട്ടിയല്ലോ. അഡ്ജക്റ്റീവിന്റെ എക്സസൈസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ? ഈ അഡ്ജക്റ്റീവ് ഫ്രേസ് ആൻഡ് ക്ലോസ് എക്സസൈസ് നോട്ട് ഇല്ല. അപ്പോ അഡ്ജക്റ്റീവ് ഫ്രേസിന്റെ ഈ എക്സസൈസും നൗണിന്റെ നോട്ടും നൗണിന്റെ എക്സസൈസും ഇന്ന് അപ്ലോഡ് ചെയ്യാം. ഇന്നല്ല നാളെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, മാർക്ക് ടെസ്റ്റ് അങ്ങനെയാണെങ്കിൽ മൺഡേ ഉണ്ടാവും. നാളെ പിന്നെ ക്ലാസ് ഉണ്ടല്ലോ, അതോടുകൂടി നമുക്ക് അഡ്വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ. അപ്പൊ മൈൻഡ് അപ്പ് ചെയ്യാം. ഇനി സൈൻ ഔട്ട് പറയും. താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? നാളെ മീറ്റിംഗ് ആണോ? Sign out ഉണ്ട്. ഓക്കെ. Good afternoon, everyone. Today we had a great lecture on the topic adjective phrases and adjective clause. It was really interesting and clear. So, first of all, I would like to convey our gratitude towards our beloved teacher Miss Ashwini for this great section on the behalf of our batch. Then I would say thank you to my fellow students for your cooperation. Thank you. നാളെ ക്ലാസ് തന്നെയാണ്. ഇന്ന് ലീവ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ബൈ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.